ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് വാൺസ് ആണ്. ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴും നല്ല മോസ്റ്റ് പ്രോബബ്ലി ഒരു നമുക്കറിയാവുന്ന ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, വളരെ വിസിബിൾ ആയിട്ടുള്ള ആളുകൾ നമുക്കെതിരെ വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് വാൺസ് ഒരു വഴക്കിൻ്റെ കാർഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുതരം കടുത്ത മാനസിക സംഘർഷമാണ്. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ഒരു കടുത്ത മാനസിക സംഘർഷം. മേ ബി ഒന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും കടുത്ത മാനസിക സംഘർഷമാണ് ഈ 5 ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. ചുറ്റുമുള്ള നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ചിന്തയാണ്. അവർ മേ ബി അവരായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ വെച്ചിട്ട് മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് 5 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായിക്കുക, അവിടെ നിൽക്കേണ്ട, കോൺഫ്ലിക്റ്റിലേക്ക് പോകേണ്ട. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുക, കോൺഫ്ലിക്റ്റിലേക്ക് പോകണ്ട. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ എന്തായാലും സാധ്യതയുണ്ട്. ടവർ വഴക്കാണ് കേട്ടോ, വഴക്കുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. ശരിക്കൊരു നല്ല കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. നല്ലൊരു വഴക്കാണ്, നല്ല വഴക്കാണ്. അതായത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഇമേജുകൾ ഉടയുക, അല്ലെങ്കിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് ടവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ്. ചിലപ്പോൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയുക, നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വേറെ മീനിങ് എടുത്തിട്ട് അതിന് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുക, അങ്ങനെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിലൊരു മെൻ്റലി ഇങ്ങനെ വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. ആ ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നത്. കോൺഫ്ലിക്റ്റ് വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്, വീഴോ എന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ വീഴും. അപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചാൽ മതി, ജാഗ്രത മതി, ഭയപ്പെടണ്ട. ഓക്കെ, പക്ഷേ ഒരു ടവറുണ്ട്, അത് മനസ്സിലുണ്ടാവണം അന്നത്തെ ദിവസം. 5 ഓഫ് കപ്സ് ആണ്. പറഞ്ഞതിന് ശേഷം അയ്യോ പറഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുന്നൊരു എനർജിയാണ് ഈ 5 ഓഫ് കപ്സ്. നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന എനർജിയാണ്. മൊത്തത്തിലൊരു കോൺഫ്ലിക്റ്റും അതിന് ശേഷമുള്ള ഒരു വാക്വമാണ്. വാക്വം മീൻസ് വലിയൊരു വഴക്ക്, ആ വഴക്കിന് ശേഷമുള്ള ഒരു നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന കടുത്ത നിരാശ, അതൊക്കെയാണ് ഈ 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഒരു നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമുക്കത് പാസ്റ്റിൽ പോയിട്ട് തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തതിന് പരിഹാരം ഉണ്ടെന്ന് ആലോചിക്കുക. അത് പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നോർത്തിട്ട് കാര്യമില്ല. വാട്ട് ക്യാൻ ഐ ഡു നെക്സ്റ്റ്, അതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ചുറ്റും തന്നെ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട്. അതൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അതിനെ മേക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം ഇന്നത്തെ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഒഴിവായി നിൽക്കുക. മനസ്സിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അത് വിസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ദെൻ ഹെർമിറ്റാണ്. ഫുൾ നെഗറ്റീവ് കാർഡ്സ് ആണല്ലോ. ഹെർമിറ്റാണ്. ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഹെർമിറ്റ് മീൻസ് ഈ വല്ലാത്തൊരു ആത്മപരിശോധന നടത്തുക. നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എന്നുള്ള ചിന്ത. അതുപോലെ എന്താണ്, നമ്മളൊരു മെൻറ്ററിനെ അന്വേഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ ഒരു സ്പിരിച്വൽ പേഴ്സണോട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിനൊരു കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുക. അവരോട് പറഞ്ഞ് നമ്മളൊന്ന് ബാലൻസിലാവാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ഒരു മെൻറ്റർ ആവുക. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടൊരു പ്രശ്നം പറയുമ്പം അതേ പ്രശ്നം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോടും പറയാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഹെർമിറ്റിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ഹെർമിറ്റ് സ്റ്റക്നെസ് ആണ്. പ്ലസ് നമ്മൾ മറ്റുള്ളവർക്ക് വഴി കാട്ടുകയും നമ്മൾ മറ്റുള്ളവർക്ക് വഴി കാട്ടുകയും നമുക്ക് വഴിയില്ലാതെ നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അതേസമയം മറ്റുള്ളവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഹെർമിറ്റ്. ആത്മപരിശോധന നടത്തുന്നതാണ്. അതുപോലെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദെൻ ജസ്റ്റിസ് ആണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇന്ന് സംഭവിക്കുന്ന വഴക്ക് എന്ത് തന്നെയായാലും അത്
ഒരു കർമ്മയാണ് നിങ്ങൾ എവിടെന്നോ ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. മേ ബി ഈ ജന്മത്തിലെ തന്നെ പഴയ കാര്യങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷനാണ്. ജസ്റ്റിസിൻ്റെ കാർഡാണ്. അപ്പോൾ അതവിടെ നടക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് കേട്ടോ. കടുത്ത മാനസിക സംഘർഷമായിരിക്കും, അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള വഴക്ക് തന്നെ ആവാൻ സാധ്യതയുണ്ട്. കോംപ്രമൈസിൻ്റെ കാർഡാണ്. ടെമ്പറൻസ്. കോംപ്രമൈസ് ആകും, പറഞ്ഞ് പാച്ചപ്പാവും, കോംപ്രമൈസൊക്കെ ആകും. പക്ഷേ എന്നാലും പറഞ്ഞതിനെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖിച്ചിരിക്കുന്നൊരു തോന്നലുണ്ടാവും. പറയണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ ഞാൻ എന്തിനാണത് പറഞ്ഞതെന്ന് തോന്നും. ആ ഒരു ഇൽ ഫീലിങ്ങിലായിരിക്കും നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്ന ദിവസം ഉണ്ടാവുക. പിന്നെ ഒരു കോംപ്രമൈസ് കാണുന്നുണ്ട്. കോംപ്രമൈസിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത്, എവിടെയാണോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെ ആദ്യമേ ഒരു വളരെ സ്നേഹത്തോടെയുള്ളൊരു ബേസിക് അടിസ്ഥാനം ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം അതിലോട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ടവർ എന്നൊക്കെ പറയുന്നതേ പെട്ടെന്നുള്ള തിരിച്ചടിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിക്കുക. ഇന്ന ദിവസം ചെയ്യാനായിട്ടൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇന്നത് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ നഷ്ടത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതോ, അല്ലെങ്കിൽ അതോർത്ത് ഒരു ഹെർമിറ്റ് എനർജിയിൽ ഇരിക്കുന്നതോ ഒക്കെയാണ്. പക്ഷെ അത് പാച്ചപ്പാവും. കുറച്ച് സമയത്തിനകത്ത് തന്നെ അത് പാച്ചപ്പാവും. പക്ഷേ നിങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതേ സമയത്ത് നടക്കുകയോ ഇല്ല എന്നുള്ള ടെൻഷനാണ്. പിന്നെ അത് നടക്കുകയില്ല എന്നുള്ളൊരു പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് അത് നടക്കാതെ മാറിപ്പോകാനുള്ള സാധ്യത. പക്ഷേ കുറച്ച് സമയത്തിനകത്ത് അത് പാച്ചപ്പാവുകയും ചെയ്യുന്നൊരു എനർജിയാണുള്ളത് കേട്ടോ. ഈ പേജ് ഓഫ് കപ്സേ ബോട്ട വരുന്നതിന് അറിയാതെ എടുത്തു പോയതാണ്. ദെൻ ചാരിയറ്റാണ്. യാത്രയുണ്ട്. ഇതൊരു വളരെ പോസിറ്റീവ് തിങ്കിങ്ങിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നാണ്. അത് നടക്കാൻ സാധ്യത തീരെ ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മുടെ ആത്മബലം കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് വരുന്നൊരു യാത്രയാണിത്. ഈ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ പോകാൻ വഴി, അതായത് മാർഗം പ്രയാസമാണ്. ലക്ഷ്യം നമുക്ക് വീടായിരിക്കും, പക്ഷേ മാർഗം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടം വേണോ വേണ്ടോ എന്നുള്ള ഭയങ്കര സംഘർഷത്തിൽ നിന്നിട്ട് അവസാനമായിരിക്കും വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ യാത്ര പോകുന്നത്. അതാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. അപ്പോൾ ഇതൊരു യാത്രയുടെ കാർഡാണ്. ഇന്ന് എന്തായാലും ഒരു യാത്രയുണ്ട് എന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുക, പണം വന്ന് ചേരുക എന്നാണ് കേട്ടോ. പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ഒരു മണി എനർജി കൂടുതലായിരിക്കും. പണം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പണത്തിനുള്ളൊരു വഴി തെളിയുന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതോ നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ ചെയ്യുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും പണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ പണത്തിന് നിങ്ങൾ ഹോപ്പനൊപ്പനോ ചൊല്ലണം. അതുപോലെ പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലിയാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. പറ്റുമെങ്കിൽ ജേണൽ എഴുതണം. അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം എന്നുള്ളത് നിങ്ങളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ജേണലിൽ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. അത് മാനിഫെസ്റ്റേഷൻ വർക്കാവുകയും ചെയ്യും. എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ നമുക്കൊരു ബെനിഫിഷ്യലായിരിക്കും. കൂടുതലായിട്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പണം മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് പണം വന്ന് കിട്ടുമെന്നാണ് കേട്ടോ. കണ്ടോ? 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പല സോഴ്സിൽ നിന്ന് പണം വരുമെന്നാണ്. പല സോഴ്സിൽ നിന്ന് പണം വരും. വീട്ടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യും, വീട്ടിലേക്ക് പണം വരും എന്നൊക്കെയാണേ. പിന്നെ വീടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഇന്ന് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്ക് ഇപ്പോൾ EMI അടയ്ക്കുന്നതാവാം, എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് പണം വരികയും ചെയ്യും. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ വീട്ടിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ള മുതിർന്ന ആളാണ് 10 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് മുതിർന്ന ഒരാളുടെ സാന്നിധ്യമാണ് ഫാമിലി ലൈഫിൻ്റെ ഒരു സമാധാനത്തിന് വിഘാതമായിട്ടൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ എനർജി ഉണ്ട്. അവിടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. പല സോഴ്സിൽ നിന്ന് പണം വന്ന് ചേരും. അത് തന്നെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണം നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ദെൻ 10 ഓഫ് വാൺസ് ആണ്. ഇത് ജസ്റ്റിസും 10 ഓഫ് വാൺസും വന്നേക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു കാർമിക് സിറ്റുവേഷനാണ്. 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ കാർമിക് സൈക്കിളിൻ്റെ എൻഡ് എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു അവസാനം എന്ന് പറയുമ്പോൾ ഒരു ആളിക്കത്തൽ ഉണ്ടാവുമല്ലോ, ആ പ്രശ്നമാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്ത് വെച്ചോ അത് നടക്കത്തില്ല എന്നുള്ളൊരു ടെൻഷനും അത് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. പിന്നെ അത് വാച്ചപ്പാവാൻ സാധ്യതയുണ്ട്.
ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ഓവറായിട്ട് ബേർഡൻഡ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുടെ കർമ്മ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. കുറ്റം പറയാൻ പോയിരിക്കരുത്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനോ പറയുന്നത് കേൾക്കാനോ പോയിരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്ത് ഭയങ്കര എക്സോസ്റ്റഡ് ആവും, എല്ലാം പൂർത്തിയാക്കാൻ പറ്റാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനൊക്കെ തോന്നും. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, ഏറ്റെടുത്ത് സാധാരണ ചെയ്യുന്നതല്ലാതെ നിങ്ങളായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മടുത്തു പോകും, ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മടുത്തിട്ട് എന്നെ കാണിക്കാനാ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് വാണ്ട്സ് കേട്ടോ. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ തലയിൽ ഇതിങ്ങനെ പെരുത്തിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഒരു ബാധ്യത പോലെ തോന്നും. ഇതെങ്ങനെയും ഒന്ന് ഇറക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ അങ്ങ് വന്നാൽ മതി എന്ന് നമുക്ക് അർത്ഥമല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് വിചാരിക്കത്തില്ലേ? ആ ഒരു എനർജിയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ തലയിലിരിക്കുന്ന സാധനം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന അത്രയും ബാധ്യതപ്പെടുക ഒരു കാര്യത്തിൽ, അതാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ ആവേശത്തോടുകൂടി ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നോക്കിയും കണ്ട് ചെയ്തിരുന്നാൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് ഓവറായിട്ട് ബേർഡൻ ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ പേജ് ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ആരുടെയും ഭാഗത്തുനിന്നൊരു സർപ്രൈസോ ഗിഫ്റ്റോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ന്യൂ അപ്രോച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു യങ്ങർ എനർജിയാണ്, ഒരു ഫ്ലേർട്ടി എനർജിയാണ്, അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഫിനാൻഷ്യലി ബേർഡൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പണം ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകളിൽ നിന്ന് ചിലപ്പോൾ പണം കിട്ടും. കാരണം നിങ്ങൾ ഒരിക്കലും ആ ആളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, പക്ഷേ ആ ആളിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കോള്, അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഇന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് വന്നിട്ട് ഫോർഗീവ്നെസ് ആണ്. ഇത് ഈ ഒരു പ്രശ്നം എന്തായാലും ഒന്നുണ്ടാവും, ഒരു വഴക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരോട് ആരോടാണോ വഴക്കുണ്ടാകാൻ സാധ്യതയുള്ളത് അവരോട് രാവിലെ തൊട്ട് തന്നെ ഹോപ്പനൊപ്പനോ ചൊല്ലുക, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് ചൊല്ലുക. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് ആരോടാണോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരോട് ഹോപ്പനൊപ്പനോ ചൊല്ലുക. ആ ആളുടെ പേര് പറഞ്ഞിട്ട് പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു ഇത് പറയുക. ഇൻ കേസ് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലാണ് വഴക്കുണ്ടാകാൻ സാധ്യത ഉള്ളെങ്കിൽ നിങ്ങൾ ഇന്ന് ഓൾ ത്രൂ ദ ഡേ നിങ്ങൾ ഹോപ്പനൊപ്പനോ ആ ആൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഹോപ്പനൊപ്പനോ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളോട് തന്നെ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന ദിവസം അങ്ങനെ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഫോർഗീവ്നെസ്സിൻ്റെ ദിവസമാണ്. ആരായാലും ആ ആളെ ഫോർഗീവ് ചെയ്ത് വിട്ടയക്കുക. കാരണം അതൊരു കാർമിക് സിറ്റുവേഷനാണ്. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അതൊന്ന് സംഭവിക്കും. ആ ഒരു സിറ്റുവേഷൻ എൻ്റെ പാവേണ്ടതാണ്, അത് പാസ്റ്റിൽ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന ദിവസം സംഭവിക്കും. പിന്നെ ഇതൊരു ഹെർമിറ്റിൻ്റെ കാർഡുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ പേഴ്സണെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊരു ഗൈഡൻസ് കിട്ടാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദെൻ നോ ആണ് കണ്ടോ, ആദ്യമേ പറഞ്ഞില്ലേ നെഗറ്റീവ് കാർഡ്സ് വന്നപ്പോഴേ നോ ആണ്. വഴക്കുണ്ടാക്കാൻ പോകണ്ട, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക. പിന്നെ മനസ്സ് കാമായിട്ട് വെക്കുക. സംഭവിക്കുമോ എന്ന് പേടിക്കരുത്, പേടിച്ചാൽ അത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിട്ട് കളയുക, ഫോർഗീവ് ചെയ്യുക. ആ ഒരു സാഹചര്യത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലി ആ ഒരു സാഹചര്യം ഒഴിവാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ സക്സസ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ലൈഫ് സക്സസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം അവിടെ ഒരു ഹെൽപ്പൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ന്യൂ ലവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ന്യൂ ലവ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാണ്. മേ ബി പുതിയ പ്രണയമാകാം, അല്ലെങ്കിൽ പഴയ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കാണുന്നവരോടെല്ലാം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ പറയുക. സംസാരിക്കുമ്പോൾ ടോൺ ഒന്ന് പതുക്കെ സംസാരിക്കുക. ദേഷ്യം വരും, ദേഷ്യം കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അത് ചെയ്യണ്ട, അത് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. അന്നത്തെ ദിവസം വളരെയധികം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. പതുക്കെ പോയാൽ മതി, വേഗതയിൽ പോകരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.